Hi all, welcome to Once. In the video, previous university question paper KTU discuss So 2019 scheme അനുസരിച്ചിട്ടുള്ള December 2022 university question paper നമുക്ക് discuss ചെയ്യാം. Subject ഇതാണ് ECT305 Analog and Digital Communication. So let's start. 3 മണിക്കൂറുള്ള എക്സാം ആണ് നമുക്ക് അറിയാം. A and B പാർട്ട് ഉണ്ട്. അപ്പോൾ അതിൽ A പാർട്ടിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 2 മാർക്ക് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 3 മാർക്ക് വെച്ചിട്ടുള്ളത്. ആൻഡ് പാർട്ട് ബിയിൽ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോന്നും 7 മാർക്ക് വീതം, അങ്ങനെ 14 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. മൊഡ്യൂൾ 1ന്റെ സിലബസ് ഇതാണ്. അനലോഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. നമുക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാവുന്ന ഒരു മൊഡ്യൂളാണിത്. ഇതിൽ ഫസ്റ്റ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, പിന്നെ നീഡ് ഫോർ മോഡുലേഷൻ, പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡുലേഷൻ പഠിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അതിൻ്റെ ഇക്വേഷനും സ്പെക്ട്രവും, പിന്നെ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറും സിംഗിൾ സൈഡ് ബാൻഡ് സിസ്റ്റവും പഠിക്കുന്നു. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സിംഗിൾ സൈഡ് ബാൻഡ് ട്രാൻസ്മിറ്റർ, റിസീവർ, അതിനുശേഷം ആംഗിൾ മോഡുലേഷനിൽ ഫ്രീക്വൻസി ആൻഡ് ഫേസ് മോഡുലേഷൻ, പിന്നെ നാരോ FM, വൈഡ് ബാൻഡ് FM, അതിൻ്റെ സ്പെക്ട്ര, ലാസ്റ്റ് FM ട്രാൻസ്മിറ്ററും FM റിസീവറും. അപ്പോൾ ഇതിൽ നിന്നും എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാ തവണയും ചോദിക്കാറുള്ളതാണ്. നമുക്ക് നോക്കാം. സോ പാർട്ട് എ നോക്കാം. ഫസ്റ്റ് ഒരു പ്രോബ്ലം ആണ്. 105 MHz carrier signal is frequency modulated by 7 kHz sine wave. The resultant signal has a frequency deviation of 50 kHz. Determine the modulation index and bandwidth of the FM wave. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ തന്നിരിക്കുന്നത് ഒരു FM വേവ് ആണ്. ആൻഡ് എന്താണ് ഇതിൻ്റെ കരിയർ സിഗ്നൽ ഫ്രീക്വൻസി? 105 MHz ആണ് കരിയർ സിഗ്നൽ ഫ്രീക്വൻസി. നമുക്കതിനെ FC എന്ന് പറയാം. ഇറ്റ് ഇസ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് ബൈ 7 kHz സൈൻ വേവ്. ഓക്കെ, സോ കരിയർ സിഗ്നൽ ഫ്രീക്വൻസി മോഡുലേറ്റ് ചെയ്തിരിക്കുന്നത് 7 kHz സൈൻ വേവ് വെച്ചിട്ടാണ്. ദി റിസൾട്ടന്റ് സിഗ്നൽ ഹാസ് എ ഫ്രീക്വൻസി ഡീവിയേഷൻ ഓഫ് 50 kHz. സോ 50 kHz ആണ് അതിൻ്റെ ഫ്രീക്വൻസി ഡീവിയേഷൻ. അതിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സും ബാൻഡ് വിഡ്ത്തുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ബാൻഡ് വിഡ്ത്തും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ മോഡുലേഷൻ ഇൻഡെക്സും കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാം. മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ഫോർമുല FM സിഗ്നൽ ആയതുകൊണ്ട് β = ΔF ഡിവൈഡഡ് ബൈ FM ആണ്. സോ അതിൽ ΔF എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ്. സോ ഫ്രീക്വൻസി ഡീവിയേഷൻ എത്രയാ? 50 kHz ആണ്. ഡിവൈഡഡ് ബൈ FM. FM ഇവിടെ തന്നിട്ടുണ്ട് ബൈ 7 kHz സൈൻ വേവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ FM നമുക്കിവിടെ തന്നിട്ടുണ്ട്. സോ 50 kHz ഡിവൈഡഡ് ബൈ 7 kHz ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 7.14. അപ്പോൾ അത്രയും ചെയ്താൽ 1.5 മാർക്സ് ആണ്. ഇനി സെക്കൻഡ് പാർട്ട് ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി FM വേവ്. അതിൻ്റെയും ഫോർമുലയുണ്ട്. 2FM × 1 + β ആണ്. ഓക്കെ, സോ 2FM × 1 + മോഡുലേഷൻ ഇൻഡെക്സ് ആണ് നമ്മുടെ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി FM വേവ് എന്ന് പറയുന്നത്. സോ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × FM നമുക്കറിയാം 7 kHz ആണ്, × 1 + ബീറ്റ വാല്യൂ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 7.14 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് 114 kHz. ഇത്രയാണ് ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നത്. സോ 1.5 മാർക്സ് ഫസ്റ്റ് പാർട്ടിനും, സെക്കൻഡ് മോഡുലേഷൻ്റെ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നതിന് 1.5 മാർക്സ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്സ്. ഗിവ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് SSBSC. എന്താണ് SSBSC? സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ആണ്. സോ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് DSB FC വെച്ചിട്ടുള്ള അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ, ലെസ് ബാൻഡ് വിഡ്ത്ത് ആണ് വേണ്ടത്. ബാൻഡ് വിഡ്ത്ത് വളരെ കുറച്ച് മതി. സോ it allows more number of signals to be transmitted in the same frequency range. ഡബിൾ സൈഡ് ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ 2 സൈഡ് ബാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ സിംഗിൾ സൈഡ് ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് കുറവ് മതി, ഒരു സൈഡ് ബാൻഡ് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സിഗ്നൽസ് ട്രാൻസ്മിറ്റഡ് ഇൻ ദ സെയിം ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, so this allows more number of signals to be transmitted in the same frequency range. Next, lots of power saving. അതുകൊണ്ട് തന്നെ നമുക്ക് പവർ സേവിംഗ് ഉണ്ട്. Then it is due to the transmission of only one sideband component. കാരണം നമ്മളിവിടെ ഒരു സൈഡ് ബാൻഡ് മാത്രമാണ് സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട്
പവർ സേവിങ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത്, നെക്സ്റ്റ് വൺ പവർ ആണ്. At 100% modulation, the percent power saving is 83.33%. So, എത്ര പവർ ആണ് സേവ് ചെയ്യുന്നത്? 83.33 ആണ് പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ പവർ സേവിങ്. ഓക്കെ, 100% മോഡുലേഷൻ എടുക്കുമ്പോഴാണിത്. ദെൻ റെഡ്യൂസ്ഡ് ഇൻ്റർഫറൻസ് ഓഫ് നോയ്സ് ഇൻ്റർഫറൻസ് കുറവാണ്. സോ ഇൻ്റർഫറൻസ് ആണ് അടുത്ത പോയിന്റ്. ദിസ് ഇസ് ഡ്യൂ ടു ദി റെഡ്യൂസ്ഡ് ബാൻഡ് വിഡ്ത്ത് കുറവായതുകൊണ്ട് തന്നെ interference അവിടെ കുറവായിരിക്കും, നോയ്സ് ഇന്റർഫറൻസ് കുറവായിരിക്കും. As the bandwidth increases, the amount of noise added to the signal will increase. ബാൻഡ്വിഡ്ത്ത് കൂടുന്തോറും കൂടുതൽ നോയ്സ് അതിൽ കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി പാർട്ട് ബിയിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. സോ പാർട്ട് ബിയിൽ മൊഡ്യൂൾ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ 11A. An AM wave is represented by the expression V of t equal to 5 into 1 plus 0.6 cos 6280 t into sine 157 into 10 power 4 into t volts. So, 3 sub-questions ഉണ്ട് അതിൽ. What are the minimum and maximum amplitudes of the AM wave? Minimum and maximum amplitudes of the AM wave. Second sub-question, determine the frequency components. Frequency components എന്ന് പറഞ്ഞാൽ FCയും FMഉം. In the modulated wave, and what is the amplitude of each component, and draw the frequency spectrum. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മിനിമം ആൻഡ് മാക്സിമം ചോദിച്ചിട്ടുണ്ട്. AM വേവിൻ്റെ വി മാക്സ് ചോദിച്ചിട്ടുണ്ട്, വി മിൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? FC FM ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ VCയും VMഉം അതിൻ്റെ കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡ്സും ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡ്രോ ദ ഫ്രീക്വൻസി സ്പെക്ട്രം, AM ഫ്രീക്വൻസി സ്പെക്ട്രവും ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് 7 മാർക്ക്. ഡിവിഷൻ ഇങ്ങനെയാണ്: വിമാക്സ് വിമിൻ കണ്ടുപിടിക്കുന്നതിന് 2 മാർക്ക്, ഫ്രീക്വൻസി കോമ്പണൻസും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും മാർക്ക് ചെയ്ത് കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യുന്നതിന് 3 മാർക്സ്, സ്പെക്ട്രം ഓഫ് ദി സിഗ്നലിന് 2 മാർക്ക്. നമുക്ക് നോക്കാം പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ദി ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് V of t equal to 5 into 1 plus 0.6 cos 6280 t into sine 157 into 10 power 4 t volts. ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് AM ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്: VC into 1 plus MA, where MA is modulation index, cos 2pi FMT into sine 2pi FCT. ഇതാണ് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇതിനെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ VC എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. MA എന്ന് പറയുന്നത് 0.6 ആണ്. അതുപോലെ 2pi FM എന്ന് പറയുന്നത് 6280 ആണ്. സോ നമുക്കിവിടെ എഴുതാം അത്. VC തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 5 വോൾട്ട് ആണ്. നെക്സ്റ്റ് MA തന്നിട്ടുണ്ട്, അത് 0.6 ആണ്. അടുത്ത 2pi FM തന്നിട്ടുണ്ട്, അത് 6280 ആണ്. പിന്നീട് തന്നിരിക്കുന്നത് സൈൻ 2pi FC. അവിടെ 2pi FC തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 157 into 10 power 4. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിമാക്സും വിമിനും, അതുപോലെ ഫ്രീക്വൻസി വാല്യൂസ് FC FM, VC VM, പിന്നെ അതിൻ്റെ സ്പെക്ട്രം. ഓക്കെ, സോ ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് വൺ VC ഈക്വൽ ടു 5 വോൾട്ട് എന്ന ഇക്വേഷനിൽ നിന്ന് തന്നെ കിട്ടും. മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് ആൻ AM വേവ് എന്ന് പറയുന്നത് VM/VC ആണ്. ഇതിൽ പല രീതിയിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. ഒരു ഇക്വേഷൻ VM/VC എന്നാണ്. അതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? വിമാക്സിൻ്റെയും വിമിൻ്റെയും ടേംസിൽ ഇങ്ങനെ എഴുതാം: വിമാക്സ് മൈനസ് വിമിൻ/2 എന്നുള്ളതാണ് VM. അതുപോലെ വിമാക്സ് പ്ലസ് വിമിൻ/2 ആണ് VC. സോ വിമാക്സ് മൈനസ് വിമിൻ/2 ഡിവൈഡഡ് ബൈ വിമാക്സ് പ്ലസ് വിമിൻ/2 എന്ന് ചെയ്ത് കഴിയുമ്പോൾ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അവരെന്താ തന്നിരിക്കുന്നത്? 0.6 എന്ന് പറഞ്ഞാൽ മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 0.6 എന്ന് നമുക്ക് എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ VM VC എന്നുള്ളതിൽ VM എന്താണെന്ന് കണ്ടുപിടിക്കണം, വിമാക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം, വിമിൻ എന്താണെന്ന് കണ്ടുപിടിക്കണം.
അപ്പോൾ അതിൽ വി സി തന്നിട്ടുണ്ട്. സോ നമുക്ക് എഴുതാം വി എം ഇസ് ഈക്വൽ ടു, ഈ ഇക്വേഷനിൽ വി എം ബൈ വി സി ഈക്വൽ ടു 0.6 എന്ന് എഴുതിയിട്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? വി സി ഇൻറ്റു 0.6 എന്ന് പറയുന്നത് വി എം ആണ്. അപ്പോൾ അതിൽ വി സി 5 ആണെന്നറിയാം. 5 ഇൻറ്റു 0.6 ചെയ്താൽ 3 വോൾട്ട് കിട്ടും. സോ നമ്മുടെ വി എം ഇവിടെ എന്താണ്? 3 വോൾട്ട് ആണ്. അപ്പോൾ ഫസ്റ്റ് വി എം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വി മാക്സും വി മിനും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ഡിവൈഡഡ് ബൈ 2, ഇവിടെ വീണ്ടും ഡിനോമിനേറ്ററിലും ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. സോ ഈ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താവും? വി മാക്സ് മൈനസ് വി മിൻ ഡിവൈഡഡ് ബൈ വി മാക്സ് പ്ലസ് വി മിൻ എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വി എം ബൈ വി സി എന്ന് പറയുന്ന ഒരു ടേമും ഉണ്ട്. സോ വി മാക്സ് മൈനസ് വി മിൻ ബൈ വി മാക്സ് പ്ലസ് വി മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു വി എം ബൈ വി സി എന്ന് പറഞ്ഞ് എഴുതാം. ഈ ഇക്വേഷനിലേക്ക് നോക്കൂ. വി മാക്സ് മൈനസ് വി മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്? 2 വി എം ആണ് അല്ലേ? ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. കൂടാതെ ഈ വി എം ഈക്വൽ ടു വി മാക്സ് മൈനസ് വി മിൻ ബൈ 2 എന്ന് പറഞ്ഞ് എഴുതിയാൽ വി മാക്സ് മൈനസ് വി മിൻ ബൈ 2 ആണ് വി എം എന്ന് പറഞ്ഞ് എഴുതിയാൽ 2 വി എം എന്ന് പറയുന്നത് എന്താ? വി മാക്സ് മൈനസ് വി മിൻ അല്ലേ? സോ 2 വി എം എന്ന് പറഞ്ഞാൽ വി മാക്സ് മൈനസ് വി മിൻ ആണ്. ആ ഒരു ഇക്വേഷനിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വി എമ്മിൻ്റെ. നമുക്ക് വി എമ്മിൻ്റെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട് 3 വോൾട്ട്. സോ 2 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 6 കിട്ടും. ഓക്കെ, സോ അതിന് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് ഇടുക. ഇതേപോലെ തന്നെ വി മാക്സ് പ്ലസ് വി മിൻ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? വി സി ആണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 2 വി സി എന്ന് പറയുന്നത് വി മാക്സ് പ്ലസ് വി മിൻ എന്ന് കിട്ടും. സോ വി മാക്സ് പ്ലസ് വി മിൻ എന്ന് പറയുന്നത് 2 വി സി ആണ്. അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു വി സി 5 ആണെന്നറിയാം. ഇപ്പോൾ 10 കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഈ 2 ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യാം. സോൾവിങ് 1 and 2 നമുക്ക് എന്ത് കിട്ടും? ഇത് ഇക്വേഷൻ 1 ആണ്, ഇത് നമ്മുടെ ഇക്വേഷൻ 2 ആണ്. അപ്പോൾ ഇവിടെ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്ത് കഴിഞ്ഞാൽ വി മിന് രണ്ടും കട്ടായി പോവും. സോ വി മാക്സ് പ്ലസ് വി മാക്സ് 2 വി മാക്സ് എന്ന് പറയുന്നത് എന്താണ്? 10 പ്ലസ് 6 16 കിട്ടും. അതിൽ നിന്നും വി മാക്സിൻ്റെ വാല്യൂ 8 വോൾട്ട് എന്ന് പറഞ്ഞ് കിട്ടും. ഈ 8 വോൾട്ട് എടുത്ത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലോ സെക്കൻഡ് ഇക്വേഷനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വി മീൻ വാല്യൂവും കൂടി കിട്ടും. സോ വി മാക്സിൻ്റെ വാല്യൂ 8 വോൾട്ട് ആണെന്ന് അറിയാം. ഇവിടെ 8 ആണ്, മൈനസ് നമുക്കറിയില്ല വി മിൻ എന്താണെന്ന്, ഈക്വൽ ടു 6. ഓക്കെ, സോ 8 മൈനസ് എത്രയാണ് 6 വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. സോ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് വി മിൻ ആണ്. വി മിൻ അപ്പോൾ 2 വോൾട്ടിന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് വി മാക്സിൻ്റെയും വി മിന്നിൻ്റെയും വാല്യൂ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ അടുത്ത പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി വാല്യൂസും അതുപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ്സും ആണ്. സോ ഇക്വേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ തന്നെയുണ്ട് 2πfm എന്ന് പറഞ്ഞാൽ 6280 ആണ്. അതിൽ നിന്ന് നമുക്ക് എഫ് എം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 6280 ഡിവൈഡഡ് ബൈ 2π ചെയ്താൽ മതി. കിട്ടുന്ന ആൻസർ 10⁻³ ആണ്. ഓക്കെ, 10⁻³ ആണ്. അല്ലെങ്കിൽ നമുക്കതിന് എന്താ പറയാം? 1 കിലോ ഹെർട്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ 1 കിലോ ഹെർട്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് അതേപോലെ തന്നെ 2πfc എന്ന് പറയുന്നത് 157 × 10⁻⁴ ആണ്. സോ അതിൽ നിന്നും എഫ് സി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 157 × 10⁻⁴ ഡിവൈഡഡ് ബൈ 2π ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 25 × 10⁻⁴ ഹെഡ്സ് എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി കിട്ടിയ വാല്യൂസിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പ്ലോട്ട് ചെയ്യേണ്ടത്? ഒരു ഫ്രീക്വൻസി സ്പെക്ട്രമാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. സോ ഒരു AM വേവിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. നമുക്ക് എക്സ് ആക്സിസിൽ ആംഗുലർ ഫ്രീക്വൻസി വരയ്ക്കാം. അപ്പോൾ അത് 2πf എന്ന് പറയുന്ന വാല്യൂ ഒമേഗ. അതുപോലെ Y ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡ് വരയ്ക്കും. അപ്പോൾ ഫ്രീക്വൻസി വേഴ്സസ് ആംപ്ലിറ്റ്യൂഡാണ് നമ്മളുടെ ഫ്രീക്വൻസി സ്പെക്ട്രം എന്ന് പറയുന്നത്. സോ ഈ സ്പെക്ട്രത്തിൽ എത്ര കോമ്പോണൻസ് ഉണ്ടാവും? ഇതിലൊരു സെൻട്രൽ ഫ്രീക്വൻസി ഉണ്ടാവും. അത് നമ്മുടെ FC അല്ലെങ്കിൽ 2πfc അല്ലെങ്കിൽ ഒമേഗ സി ആണ്. പിന്നെ അതുപോലെ തന്നെ ലോവർ സൈഡ് ബാൻഡും ഒരു അപ്പർ സൈഡ് ബാൻഡും ഉണ്ടാകും. സോ ഇവിടെ സെൻട്രൽ ഫ്രീക്വൻസി നമ്മൾ ഒമേഗ സി മാർക്ക് ചെയ്തു. പിന്നെ നമ്മുടെ ലോവർ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത് AM-ൽ ഒമേഗ സി മൈനസ് ഒമേഗ എം ആണ്. അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി ഒമേഗ സി പ്ലസ് ഒമേഗ എം ആണ്. നമുക്കത് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് മിഡ് ബാൻഡ് ഫ്രീക്വൻസി ഉണ്ട്. ഇവിടെ ഒമേഗ സി മൈനസ് ഒമേഗ എം. ഇവിടെ അതേപോലെ തന്നെ
ഒമേഗ സി പ്ലസ് ഒമേഗ എം. ഇനി ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? എ ഇൻറ്റു എം എ ബൈ 2 ആയിരിക്കും രണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഇനി ഒമേഗ സി മൈനസ് ഒമേഗ എം നമുക്ക് കണ്ടുപിടിക്കാം. ഒമേഗ സി അറിയാം, ഒമേഗ എമ്മും അറിയാം. തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും ആ വാല്യൂ. അപ്പോൾ അത് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് മൈനസ് 1563.72 ഇൻറ്റു 10⁻³ എന്നാണ്. ഓക്കെ, സോ മൈനസ് 1563.72 കിലോ ഹെർട്സ് എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ദെൻ ഒമേഗ സി കിട്ടുന്നത് 25 ഇൻറ്റു 10⁻⁴ അഥവാ 250 കിലോ ഹെർട്സ് എന്ന് കിട്ടും. പിന്നെ ഒമേഗ സി പ്ലസ് ഒമേഗ എം നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1576.28 കിലോ ഹെർട്സ് അല്ലെങ്കിൽ 10⁻³ ഇൻറ്റു 10⁻³. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എഫ് എം റിസീവർ. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് യൂസിങ് പ്രീ എംഫസിസ് ആൻഡ് ഡി എംഫസിസ് ഇൻ എഫ് എം? സോ രണ്ട് സബ് ക്വസ്റ്റ്യൻ ആണ് അതിലുള്ളത്. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എഫ് എം റിസീവറും ചോദിച്ചിട്ടുണ്ട്, അതിൽ പ്രീ എംഫസിസും ഡി എംഫസിസും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ബ്ലോക്ക് ഡയഗ്രത്തിൽ ഫസ്റ്റ് റിസീവിങ് ആൻറ്റിനയാണിത്. സോ സിഗ്നൽ റിസീവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ഇത് RF ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു. നെക്സ്റ്റ് മിക്സർ ആണുള്ളത്, അതിലേക്ക് ഒരു ലോക്കൽ ഓസിലേറ്റർ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. മിക്സറിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് IF ആംപ്ലിഫയറിലേക്ക് പോകുന്നു. അതിനുശേഷം ലിമിറ്ററിലേക്ക്, ആഫ്റ്റർ ദാറ്റ് ഡിസ്ക്രിമിനേറ്റർ, അത് കഴിഞ്ഞ് DMFS നെറ്റ്വർക്ക്, ഇതെല്ലാം കഴിഞ്ഞ് AF ആൻഡ് പവർ ആംപ്ലിഫയറിലേക്ക് പോയി ഫൈനലി ഔട്ട്പുട്ട് ഓഡിയോ ഔട്ട്പുട്ട് ആണെങ്കിൽ അതൊരു സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇനി ഓരോ സെക്ഷൻ എന്താണെന്ന് നോക്കാം. RF amplifier, first one. RF amplifier increases the signal strength before the signal is fed to mixer when turned to the desired frequency. The RF amplifier is designed to handle large bandwidth of 150 kHz. ഇവിടെ RF amplifier മെയിൻലി യൂസ് ചെയ്യുന്നത് സിഗ്നൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്ന ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ കഴിഞ്ഞാണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ധാരാളം നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സിഗ്നൽ സ്ട്രെങ്ത് നമുക്ക് ഇംപ്രൂവ് ചെയ്താൽ മാത്രമാണ് അതിൽ നിന്നും ഡിമോഡുലേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഒറിജിനൽ സിഗ്നൽ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് RF ആംപ്ലിഫയർ ആണ് ഫസ്റ്റ് സ്റ്റേജിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മിക്സറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുൻപ് മസ്റ്റായിട്ട് നമ്മളൊരു RF ആംപ്ലിഫയർ സെക്ഷനിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ലാർജ് ബാൻഡ്വിഡ്ത്ത് അപ് ടു 150 kHz വരെ ആംപ്ലിഫൈ ചെയ്യാൻ പാകത്തിനാണ് RF ആംപ്ലിഫയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് മിക്സർ ആണ്. ഇൻകമിംഗ് RF signal of frequency FM is applied to a mixer which also receives the output from the local oscillator. So മിക്സർ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ആ മിക്സറിലേക്ക് RF ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടും ഒരു ലോക്കൽ ഓസിലേറ്ററിൽ നിന്നുള്ള ഫ്രീക്വൻസി കൂടിയാണ്. ഈ രണ്ട് ഫ്രീക്വൻസി കൂടിയാണ് മിക്സറിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. And it receives the output from local oscillator also. A new frequency called intermediate frequency IF is produced. അപ്പോൾ കിട്ടുന്നത് അതിന് ലോക്കൽ ഓസിലേറ്ററിൽ നിന്നും അതുപോലെ RF ആംപ്ലിഫയറിൽ നിന്നുമാണ്. അതിൽ നിന്നും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയാണ്. ആൻഡ് whose value is the difference of local oscillator signal and the signal frequency F. ലോക്കൽ ഓസിലേറ്റർ സിഗ്നൽ ഫ്രീക്വൻസി എഫും അതുപോലെ സിഗ്നൽ ഫ്രീക്വൻസി എഫും ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആണ്. ആക്ച്വലി മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സിഗ്നൽസ് മിക്സ് ചെയ്യാന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ശരിക്കും മിക്സറിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ കിട്ടുന്ന രണ്ട് സിഗ്നൽസ്, എന്ത് ഇൻപുട്ട് സിഗ്നൽ കിട്ടുന്നോ ആ രണ്ട് സിഗ്നൽസിനെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുകയാണ് മിക്സറിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ്. അതിൽ നിന്നും റിസീവർ എൻഡ് ആയതുകൊണ്ട് നമുക്കതൊരു ഡൗൺ കൺവേർഷൻ ആണ് വേണ്ടത്. അതുകൊണ്ടാണ് ഒരു സബ്ട്രാക്ട് ചെയ്യുന്ന ഫ്രീക്വൻസി, അതായത് സിഗ്നൽ ഫ്രീക്വൻസിയും ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസിനെയും സബ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ആ കോമ്പോണന്റ് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എടുക്കുന്നത്. ഇനി അടുത്തത് ലോക്കൽ ഓസിലേറ്റർ ആണ്. സോ ദ റിസീവർ കൺവേർട്സ് ഇൻകമിംഗ് കരിയർ ഫ്രീക്വൻസി ടു IF ബൈ യൂസിങ് എ ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഹയർ ദാൻ ഇൻകമിംഗ് ട്യൂൺഡ് ഫ്രീക്വൻസി. RF ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന ഇൻകമിംഗ് ട്യൂൺഡ് ഫ്രീക്വൻസിയേക്കാൾ ഹയർ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയാണ് ലോക്കൽ ഓസിലേറ്ററിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കോൾപിറ്റ്സ് ഓസിലേറ്റർ ഇസ് യൂസ്ഡ് ആസ് ലോക്കൽ ഓസിലേറ്റർ. ഇവിടെ കോൾപിറ്റ്സ് ഓസിലേറ്റർ ആണ് നമ്മൾ ലോക്കൽ ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഇൻകമിംഗ് ഫ്രീക്വൻസി IFലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹൈ ഫ്രീക്വൻസിയാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലോക്കൽ ഓസിലേറ്റർ. നെക്സ്റ്റ് IF ആംപ്ലിഫയർ. IF signal is amplified by one or more number of amplifiers which raises the strength of the IF signal. It has multi-stage class A amplifier providing better selectivity and gain. ഇപ്പോൾ ഇവിടെ IF ആംപ്ലിഫയർ എന്ന് പറയുന്നത്
നമുക്ക് കിട്ടുന്ന മിക്സറിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയാണ്, IF ആണ്. സോ ആ IF എന്ന് പറയുന്നത് രണ്ട് സിഗ്നലിന്റെ ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു. സോ ഒരു ലോവർ ഫ്രീക്വൻസിയാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യണം, ബൂസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നോ അതിലധികമോ സ്റ്റേജ് ഓഫ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് IF ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റേസസ് ദ സ്ട്രെങ്ത് ഓഫ് IF സിഗ്നൽ. IF സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ക്ലാസ് എ മൾട്ടി സ്റ്റേജ് ക്ലാസ് എ ആംപ്ലിഫയർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ബെറ്റർ സെലക്ടിവിറ്റിയും ഗെയിനും കിട്ടാൻ വേണ്ടി. നെക്സ്റ്റ് ലിമിറ്റർ ആണ്. സോ ലിമിറ്ററിൽ ഇറ്റ് റിമൂവ്സ് ഓൾ ദി ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് ഇൻ FM സിഗ്നൽ കോസ്ഡ് ബൈ നോയ്സ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ആർ പ്രിഫേർഡ് ഫോർ ലിമിറ്റർ. ഇവിടെ നമ്മൾ ലിമിറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ FM സിഗ്നലിൽ നോയ്സ് കാരണം ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിമിറ്റർ യൂസ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ആണ് ലിമിറ്റർ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഡിസ്ക്രിമിനേറ്റർ. It recovers the modulating signal from IF signal. It converts frequency variation into corresponding voltage variation and produces the modulating signal. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ FM സിഗ്നലിൽ നിന്നും ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ലിമിറ്റർ വെച്ച് റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത ശേഷം ഡിസ്ക്രിമിനേറ്റർ ഒരു മോഡുലേറ്റിംഗ് സിഗ്നലിനെ റിക്കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ഡിസ്ക്രിമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിമോഡുലേറ്റർ എന്നൊക്കെ പറയുന്ന സെയിം മീനിങ് തന്നെയാണ്. സോ IF സിഗ്നലിൽ നിന്നും കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് അപ്പോഴും ഒരു ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലാണ്. സോ ഡിമോഡുലേഷൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഡിസ്ക്രിമിനേറ്റർ അവിടെ യൂസ് ചെയ്യുന്നത്. അത് ഫ്രീക്വൻസി വേരിയേഷൻ ഇൻറ്റു കറസ്പോണ്ടിങ് വോൾട്ടേജ് വേരിയേഷൻ. അപ്പോൾ ഫ്രീക്വൻസി വേരിയേഷൻസിനെ കറസ്പോണ്ടിങ് വോൾട്ടേജ് വേരിയേഷൻസ് ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. നമുക്ക് ഫൈനലി കിട്ടുന്നത് ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ ആയിരിക്കും. നമ്മുടെ മെസ്സേജ് സിഗ്നലാണ് നമുക്ക് ഇവിടെ നിന്നും കിട്ടുന്ന ഡിസ്ക്രിമിനേറ്ററിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് ഡി-എംഫസിസ് ആണ്. ഡി-എംഫസിസ് നെറ്റ്വർക്ക് ഇറ്റ് റെഡ്യൂസസ് ദ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ദാറ്റ് ആർ ബൂസ്റ്റഡ് ഇൻ ദ ട്രാൻസ്മിറ്റർ ആൻഡ് ബ്രിങ്സ് ദം ബാക്ക് ടു ദെയർ ഒറിജിനൽ ലെവൽ. അപ്പോൾ ഇവിടെ ഡി-എംഫസിസ് നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? റിസീവർ സൈഡിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ദാറ്റ് ആർ ബൂസ്റ്റഡ് ഇൻ ദ ട്രാൻസ്മിറ്റർ. ട്രാൻസ്മിറ്ററിൽ നമ്മൾ ബൂസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഉണ്ട്. ആ സിഗ്നൽസിനെ എല്ലാം ഒറിജിനൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി-എംഫസിസ് അവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്മിറ്റർ സൈഡിൽ യൂസ് ചെയ്യുന്നതാണ് പ്രീ-എംഫസിസ്. നമുക്ക് കിട്ടുന്ന മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറവാണ്, അതിനെയെല്ലാം ഹൈ ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്, ഹൈ ആംപ്ലിറ്റ്യൂഡ് കൂട്ടാനായിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് പ്രീ-എംഫസിസ് നെറ്റ്വർക്ക്. ദെൻ AF ആംപ്ലിഫയർ. ഇറ്റ് ആംപ്ലിഫൈസ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ റിക്കവേർഡ് ബൈ ദി FM ഡിറ്റക്ടർ. ദി സ്പീക്കർ കൺവേർട്സ് ദി ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ ടു സൗണ്ട് സിഗ്നൽ. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്യുന്ന AF ആംപ്ലിഫയർ ആണ്, ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ ആണ്. ഇപ്പോൾ ഡിമോഡുലേഷൻ എല്ലാം കഴിഞ്ഞ് ഡി-എംഫസിസും കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ. ആ മെസ്സേജ് സിഗ്നലിൽ നിന്നും നമുക്ക് ആ മോഡുലേറ്റിംഗ് സിഗ്നൽ റിസീവ് ചെയ്ത് കിട്ടി, FM ഡിറ്റക്ടറിൽ നിന്നും കിട്ടി. അതിനെയെല്ലാം ഇലക്ട്രിക്കൽ സിഗ്നലിനെ സൗണ്ട് സിഗ്നലാക്കി മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്, അതായത് അതിൻ്റെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് AF ആംപ്ലിഫയർ, ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ. അതിനുശേഷം നമ്മളതിനെ ലൗഡ് സ്പീക്കറിലേക്ക് കൊടുക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ദ ഫ്രീക്വൻസി സ്പെക്ട്രം ബാൻഡ്വിഡ്ത്ത് ആൻഡ് പവർ ഓഫ് SSBSC സിസ്റ്റം വിത്ത് DSBFC ആൻഡ് DSBSC. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് ഫ്രീക്വൻസി സ്പെക്ട്രം, ബാൻഡ്വിഡ്ത്ത്, പവർ. ഏതിൻ്റെയൊക്കെയാണ് കമ്പയർ ചെയ്യേണ്ടത്? സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയറിൻ്റെ വിത്ത് ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കരിയറും അതുപോലെ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയറുമാണ്. 6 മാർക്കാണ് ക്വസ്റ്റ്യന്. ഇതുപോലെ ഒരു ടാബുലർ കോളം വഴി നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയർ, നെക്സ്റ്റ് കോളം ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കരിയർ, ദെൻ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയർ. സോ അതിൻ്റെ അകത്ത് ആദ്യം കൊടുത്തിരിക്കുന്ന പോയിന്റ് SSBSC എന്ന് പറയുന്നത് ഒരു 1 സൈഡ് ബാൻഡ് AM ആണ്. AMന്റെ ഒരു സിംഗിൾ സൈഡ് ബാൻഡ് മാത്രമാണ് സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയർ എന്ന് പറയുന്നത്, വിത്തൗട്ട് കരിയർ. ഇതിൽ കരിയർ ഉണ്ടാവുകയില്ല, ഒരു സൈഡ് ബാൻഡ് മാത്രമേ AMന്റെ ഉണ്ടാവുകയുള്ളൂ. ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കരിയർ എന്ന് പറഞ്ഞാൽ ഡബിൾ സൈഡ് ബാൻഡ് ഉണ്ടാകും അതിൽ എലോങ് വിത്ത് കരിയർ. ഇപ്പം AMന്റെ കരിയറും ഉണ്ടാകും, ഡബിൾ സൈഡ് ബാൻഡും ഉണ്ടാകും. അടുത്തത് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയർ. ഇതിൽ ഡബിൾ സൈഡ് ബാൻഡ്സ് ഉണ്ടാകും, പക്ഷേ എന്തുണ്ടാകില്ല? കരിയർ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ എന്താണ് പ്രത്യേകത? ഇത് സിംഗിൾ സൈഡ് ബാൻഡ് ആണ്, ഇവിടെ എന്തുണ്ടാവില്ല? കരിയർ ഉണ്ടാവില്ല. ഓക്കെ, ഇതാണെന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ബാൻഡ് ആണ്, പക്ഷെ ഇവിടെ കരിയർ ഉണ്ടാകും.
ഇത് ഡബിൾ സൈഡ് ബാൻഡ് ആണ്, ബട്ട് ഇതിൽ കരിയർ ഉണ്ടാവില്ല. നെക്സ്റ്റ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയറിന്റെ FM ആണ്. ഡബിൾ സൈഡ് ബാൻഡ് സിംഗിൾ സൈഡ് ബാൻഡിന്റെ FM ആണ്, ഡബിൾ സൈഡ് ബാൻഡിന്റെ 2FM ആണ്. ഇതിന്റെയും 2FM തന്നെയാണ്. നെക്സ്റ്റ് മോർ നമ്പർ ഓഫ് ചാനൽസ് ഇൻ എ ഗിവൺ ഫ്രീക്വൻസി റേഞ്ച്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാണ് സിംഗിൾ സൈഡ് ബാൻഡ് കൂടുതൽ എഫിഷ്യൻ്റ് ആണ്. സോ അതിൽ കൂടുതൽ നമ്പർ ഓഫ് ചാനൽസ് ഒരു സെയിം ഫ്രീക്വൻസിയിൽ നമുക്ക് ഒക്യുപ്പൈ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇവിടെ ലെസ് നമ്പർ ഓഫ് ചാനൽസ് ആണ് ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയറിലും ലെസ് നമ്പർ ഓഫ് ചാനൽസ് ആണ്. ഡബിൾ സൈഡ് ബാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ചാനലിന്റെ എണ്ണം കുറവാണ്. ദെൻ ലീസ്റ്റ് പവർ കൺസംപ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ പവർ ലീസ്റ്റ് പവർ കൺസംപ്ഷൻ, മോർ പവർ കൺസംപ്ഷൻ, മോഡറേറ്റ് പവർ കൺസംപ്ഷൻ. ദെൻ റീകൺസ്ട്രക്ഷൻ ഡിഫിക്കൽട്ട് ആണ് സിംഗിൾ സൈഡ് ബാൻഡിൽ, പക്ഷേ റിസീവർ സൈഡിൽ ഈസി റീകൺസ്ട്രക്ഷൻ ആണ് ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കരിയറിനുള്ളത്. മോഡറേറ്റ്ലി ഡിഫിക്കൽട്ട് റീകൺസ്ട്രക്ഷൻ ആണ് ഡബിൾ സൈഡ് ബാൻഡ് സിംഗിൾ കരിയറിനുള്ളത്. ദെൻ ലീസ്റ്റ് റിഡൻഡന്റ് ഡേറ്റ, ഇവിടെ മോർ റിഡൻഡന്റ് ഡേറ്റ. നെക്സ്റ്റ് വൺ മോഡറേറ്റ്ലി റിഡൻഡന്റ് ഡേറ്റ. സിങ്ക്രണൈസേഷൻ ഓർ ട്രാക്കിംഗ് ഇസ് എസെൻഷ്യൽ. നോ നീഡ് ഓഫ് സിങ്ക്രണൈസേഷൻ, ട്രാക്കിംഗ് മൈറ്റ് ബി റിക്വയർഡ്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് സ്പെക്ട്രവും ബാൻഡ്വിഡ്ത്തും പവറും മാത്രമാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് തന്നിട്ടുള്ളതിൽ നിങ്ങൾക്ക് സ്പെക്ട്രവും ബാൻഡ്വിഡ്ത്തും പവറും മാത്രം എഴുതിയാലും മതിയാകും. ഓക്കെ, പക്ഷെ ഓരോന്നിനും 2 മാർക്ക് ഉള്ളത് കൊണ്ടാണ് ഈ ഫുൾ ടേബിളായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇക്വേഷൻ of an angle modulated wave is phi of t equal to 10 cos 10 power 8 t plus 3 sin 10 power 4 t. 3 സബ് ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. രണ്ട് സബ് ക്വസ്റ്റ്യൻസ് എയും ബിയും. കാൽക്കുലേറ്റ് ദി കാരിയർ ആൻഡ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസ്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഡീവിയേഷൻ ബാൻഡ് വിഡ്ത്ത് ആൻഡ് ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ 100 ohm റെസിസ്റ്റർ. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ആദ്യത്തെ 4 മാർക്ക് കാരിയർ ആൻഡ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിക്ക് പോകും. അടുത്തത് കാൽക്കുലേറ്റ് ദി കാരിയർ ഫ്രീക്വൻസി ഡീവിയേഷൻ ബാൻഡ് വിഡ്ത്ത് ആൻഡ് പവർ ഡിസിപ്പേറ്റഡ് ഇൻ 100 ohm റെസിസ്റ്റർ ആണ്. അപ്പോൾ ഇതിൽ കാരിയറും മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയാണ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന ആംഗിൾ മോഡുലേറ്റഡ് സിഗ്നലെ എ കോസ് ഒമേഗ സി ടി പ്ലസ് എം സൈൻ ഒമേഗ എം ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഇത് എ കോസ് ഒമേഗ സി ടി പ്ലസ് എം സൈൻ ഒമേഗ എം ടി എന്ന ഫോർമാറ്റിലാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ എ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 10 ആണ്. പിന്നെ ഒമേഗ സി എന്ന് പറഞ്ഞാൽ എന്താ? 10⁸ ആണ്. ഒമേഗ എം എന്ന് പറയുന്നത് 10⁴ ആണ്. എം അഥവാ മോഡുലേഷൻ ഇൻഡെക്സ്, ഓക്കെ, ആംഗിൾ മോഡുലേറ്റഡ് സിഗ്നൽ ആണ്. അപ്പോൾ അതിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്നും ഫസ്റ്റ് തന്നിരിക്കുന്ന ഒമേഗ സി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒമേഗ സി ഈക്വൽ ടു 2πfc ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 power 8. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എഫ് സി കണ്ടുപിടിക്കാം. 10 power 8 ഡിവൈഡഡ് ബൈ 2π ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 15.91 × 10 power 6 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 15.9 MHz എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് എഫ് സി കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് എഫ് എം കണ്ടുപിടിക്കാം. എഫ് എം കണ്ടുപിടിക്കാൻ നേരം മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ മോഡുലേഷൻ ഇൻഡെക്സിന് നമുക്ക് വേറൊരു ഫോർമുലയുണ്ട്. ഫ്രീക്വൻസി ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഓഫ് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ എഫ് എം. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഇൻഡെക്സ്, മോഡുലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഡെൽ എഫ് ഡിവൈഡഡ് ബൈ എഫ് എം ആണ്. സോ ഡെൽ എഫ് ഡിവൈഡഡ് ബൈ 15.91 × 10 power 2. അപ്പോൾ ഈ വാല്യൂ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഇതേപോലെ തന്നെ ഡെൽ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എഫ് എം ആണ്. ഓക്കെ, അപ്പോൾ എഫ് എം എന്ന് പറയുന്ന വാല്യൂ ഇതേപോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫ് എം വാല്യൂവും ഒബ്റ്റെയിൻ ചെയ്യാം. ഇവിടെ 10 power 4 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. സോ 2πfm എന്ന് പറയുന്നത് എന്താണ്? 10 power 4 ആണ്. അതിൽ നിന്നും നമുക്ക് എഫ് എം കിട്ടും. 10 power 4 ഡിവൈഡഡ് ബൈ 2π ചെയ്താൽ മതി. ഓക്കെ, ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 15.91 × 10 power 2. ഇല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1.5 kHz എന്ന് എഴുതാം. ഓക്കെ, സോ എഫ് എമ്മിൻ്റെയും എഫ് സിയുടെയും വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എഫ് എമ്മിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ഇൻറ്റു എഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽ എഫ് കിട്ടും. ഓക്കെ, ഈ ഇക്വേഷനിൽ നമ്മളിത് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഈ ഇക്വേഷൻ എഴുതിയ ശേഷം ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എം ഇൻറ്റു എഫ് എം ആണ്. അങ്ങനെയാണ് നമുക്ക്
ഡെൽ എഫ് ഫ്രീക്വൻസി ഡീവിയേഷൻ ലഭിക്കുന്നത് അത് 4.77 ആണ്. അതിനുശേഷം നമുക്ക് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാം. ബാൻഡ് വിഡ്ത്തിന്റെ ഫോർമുല 2 × del f plus fm ആണ്. ഇത് കാർസൺസ് റൂൾ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. കാർസൺസ് റൂൾ ഓഫ് ബാൻഡ് വിഡ്ത്ത് ആണ്. സോ കാർസൺസ് റൂൾ അനുസരിച്ചിട്ട് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ മോഡുലേഷനിൽ 2 × del f plus fm ആണ്. അപ്പോൾ അതിൽ del f വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി 4.77 പ്ലസ് fmന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 15.91 × 10⁻². അതെല്ലാം ഇൻറ്റു പ്ലസ് ചെയ്തിട്ട് ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 12.731 × 10⁻³ അഥവാ 12.72 kHz. സോ ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ ബാൻഡ് വിഡ്ത്ത് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതുവരെയുള്ള വാല്യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. FC കിട്ടി, FM കിട്ടി, പിന്നെ ഫ്രീക്വൻസി ഡീവിയേഷൻ കിട്ടി, അതുപോലെ ബാൻഡ് വിഡ്ത്തും കിട്ടി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 6 മാർക്കാണ്. അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, PD കണ്ടുപിടിക്കാൻ. പവർ ഡിസിപ്പേഷൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത സബ് ക്വസ്റ്റ്യൻ ആണ്. PD എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഡിസിപ്പേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു VRMS² ഡിവൈഡഡ് ബൈ R ആണ്. VRMS² ആണ്, VM അല്ല. VRMS² ഡിവൈഡഡ് ബൈ R ആണ്. സോ VRMS എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഇക്വേഷൻ VM ഡിവൈഡഡ് ബൈ √2 ആണ്. ഓക്കെ, സോ VM ഡിവൈഡഡ് ബൈ √2 ആണ് VRMS. സോ VRMS² എന്ന് പറഞ്ഞാൽ എന്ത് വരും? VM ഡിവൈഡഡ് ബൈ √2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സോ VRMS² എന്നാൽ VM ഡിവൈഡഡ് ബൈ √2 ദ ഹോൾ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് VM² ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ഓക്കെ, VM² ഡിവൈഡഡ് ബൈ 2. അപ്പോൾ VM നമുക്കറിയാം 100 ആണ്. സോ 100 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ എന്താണ്? R. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 2 × 100 ഓം റെസിസ്റ്ററിലൂടെയുള്ള പവർ ഡിസിപ്പേഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ 100 ഡിവൈഡഡ് ബൈ 2 × ഈ 100 എന്ന് പറയുന്നത് 100 ഓം റെസിസ്റ്റർ ആണ്. സോ ഇത്ര ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.5 വാട്ട് ആണ്. പവർ കിട്ടുന്നത് എത്രയാണ്? 0.5 വാട്ട് ആണ്. അതിനും 2 മാർക്ക്. ഓക്കെ, സോ ഇനി അടുത്ത മൊഡ്യൂളുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് വൺസ്.